നമസ്കാരം. സുദിനത്തിലേക്ക് സ്വാഗതം. കഥകൾ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ കാണത്തില്ല. മലയാളികളുടെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. ഇന്ന് നമ്മളോടൊപ്പം സുദിനത്തിൽ ചേരുന്നത് കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം ആദ്യമായി കരസ്ഥമാക്കിയ ശ്രീ ഇടക്കൊച്ചി സലീം കുമാറാണ്. ഏറെ ഹൃദ്യമായി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സുദിനത്തിലേക്ക്. നമസ്കാരം സർ. നമസ്കാരം. ആദ്യമായി കലാശ്രീ പുരസ്കാരം നേടിയിരുന്നു. ആ ഒരു സാഹചര്യം അതെങ്ങനെയാണ്? കലാശ്രീ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി 2012 എനിക്ക് തരുന്നത്. അതിനു മുൻപ് സംഗീത നാടക അക്കാദമിയുടെ അവാർഡുകൾ എന്നറിയപ്പെടുന്നത് സൂര്യ കൃഷ്ണമൂർത്തി എന്ന ബഹുമാന്യനായ അദ്ദേഹം ചെയർമാനായി വന്നതിന് ശേഷമാണ് ഈ അവാർഡുകൾക്ക് പേര് നൽകപ്പെട്ടത്, കലാശ്രീയും കലാരത്നയും. അപ്പോൾ എൻ്റെ കഥാപ്രസംഗ രംഗത്തുള്ള ഒരു 4 പതിറ്റാണ്ടിൻ്റെ യാത്രയുണ്ട്. ആ യാത്രയെല്ലാം പരിഗണിച്ചുകൊണ്ടും പിന്നെ ശ്രദ്ധേയമായ കഥകൾ, പുരാണവും വൈദേശികവും സാമൂഹികവും ചരിത്രവും ഒക്കെയായ കഥകൾ, അതിൻ്റെ ഈടാർന്ന അവതരണം, പിന്നെ കേരളത്തിൽ നിറഞ്ഞു നിന്ന് അവതരിപ്പിക്കാൻ പറ്റിയൊരു സാഹചര്യവും അതെല്ലാം ഒരുങ്ങി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ പുരസ്കാരം തരുന്നത്. 2012 ഇതുവരെ എത്ര കഥകൾ അവതരിപ്പിച്ചിട്ടുണ്ട്? 50 കഥകൾ, വ്യത്യസ്തമായ 50 കഥകൾ. എത്ര വേദികളിൽ? അതൊരു 8000-ലധികം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഥാപ്രസംഗവും കഥാപ്രസംഗ കലയും അതിലെ ഓരോ കലാകാരന്മാരും അതിന് വേണ്ടി ചെയ്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങയുടെ അച്ഛനാണ് പ്രശസ്തനായ ഇടക്കൊച്ചി പ്രഭാകരൻ. അദ്ദേഹം 15,000-ഓളം വേദികളിൽ കഥകൾ അവതരിപ്പിച്ചു. 40-ഓളം കഥകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും അച്ഛൻ കടന്നു വരുന്ന ആ ഒരു സാഹചര്യം വളരെ സുവർണമായിട്ടുള്ളൊരു കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം. എന്നാൽ താങ്കൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ കഥാപ്രസംഗത്തിന്റെ പ്രൗഢിയെല്ലാം ഒരുവിധം പോയ ഒരു സാഹചര്യമായിരിക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കൾ ഈ കഥാപ്രസംഗ കലയിൽ തന്നെ സജീവമായി തുടരാൻ തീരുമാനിച്ചത്? ഈ കല സാംസ്കാരിക കേരളം ശരിക്കും നെഞ്ചേറ്റിയ കലാരൂപമാണ്. അത് കഥാപ്രസംഗം മാത്രമല്ല, നാടകവും. എൻ്റെ അഭിപ്രായത്തിൽ സാംസ്കാരിക കേരളത്തിൻ്റെ മാതാപിതാക്കളാണ് കഥാപ്രസംഗവും നാടകവും എന്ന് ഞാൻ അടിവരയിട്ട് പറയും. അത്രമാത്രം ബോധനം പകരുന്ന 2 കലാരൂപങ്ങളാണ്. മറ്റ് കലാരൂപങ്ങൾ അതിൻ്റെതായ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ശരിക്കും മുഖാമുഖം നിന്ന് കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ജനങ്ങളെ പഠിപ്പിക്കുന്ന കലാരൂപങ്ങളാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ കാലയളവ് നോക്കുമ്പോഴേക്കും 1950 പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ കഥാപ്രസംഗകരുണ്ട്. കഥാപ്രസംഗ കല ഇവിടെ ആരംഭിക്കുന്നത് 1924 24 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പോലെ ചിന്തിക്കാൻ പറ്റില്ല. അന്ധകാര ജടിലമായ ജാതിയുടെ പേരിൽ നരന് അശുദ്ധമായ ആ ഒരു കാലയളവിലാണ് ആദ്യത്തെ കഥ പറയുന്നത്. അത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടുകൂടി സ്വാമി സത്യദേവൻ എന്ന് പറയുന്ന ചേർത്തല സ്വദേശി അദ്ദേഹത്തിൻ്റെ ആണ് ആദ്യത്തെ കാഥികൻ. അദ്ദേഹമാണ് ആദ്യ കഥ പറയുന്നത്. മഹാകവി കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകി അതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗവേദിയിലേക്ക് വരുന്നത്. കഥാപ്രസംഗത്തിന്റെ ഒരു നല്ല വളക്കൂറുള്ള മണ്ണിലേക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഇറക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിന്റെ ജനകീയവൽക്കരണം അത് ശരിക്കും അടിസ്ഥാന രേഖ പാകിയത് ബഹുമാന്യനായ കടാമംഗലവും അതുപോലെ തന്നെ വിഖ്യാതനായ പ്രൊഫസർ വി സാംബശിവനും തന്നെയാണ്. അപ്പോൾ ഇവരുടെ കാലയളവിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 44 കടാമംഗലം രംഗവേദിയിലേക്ക് വരുന്നത്. 50 കാലയളവിലാണ് 49 സാംബശിവ സാർ വരുന്നത്. 50 എൻ്റെ അച്ഛൻ വരുന്നത്. ഇവർക്ക് രണ്ടുപേരും വലിയ പണ്ഡിതാഗ്രേസരും വലിയ പാണ്ഡിത്യമുള്ളവരും പ്രാവീണ്യമുള്ളവരൊക്കെയാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാഥമിക വശങ്ങൾ കരഗതമായതല്ലാതെ സാമൂഹ്യമായിട്ടുള്ള അന്നത്തെ ഒരു കൂട്ടലിൻ്റെ ഭാഗമായി അച്ഛൻ സഞ്ചരിക്കുകയായിരുന്നു. വായനയുടെ ഒരു പരന്ന വായനയുടെ ഉടമയായിരുന്നു. ഇതെല്ലാം അച്ഛനിൽ പിന്നെ ഈ നാടൻ പാട്ടിൻ്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അനിതര സാധാരണമായിട്ട് മലയാള ഭാഷ ഉച്ചരിക്കാനുള്ളൊരു പ്രാവീണ്യം, അതിഭംഗിയായ മികവാർന്ന അഭിനയ ചാതുരി, ആലാപനത്തിന്റെ സൗകുമാര്യം, ഇതൊക്കെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഇടക്കൊച്ചി പ്രഭാകരന്. അപ്പൊ മധ്യകേരളത്തിൽ അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തിനൊരു വലിയ വരവേൽപ്പ് തന്നെയായിരുന്നു. അപ്പോഴും ഈ 2 പ്രപിതാമഹന്മാര് ഉജ്ജ്വലമായ രംഗത്ത് നിൽക്കുമ്പോഴേക്കും അച്ഛന്റെ ഈ പാട്ടുകളൊക്കെ അത് ജനങ്ങളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്ന നാടൻപാട്ടിലെ ഒരു ഭാഗം, നേരം പോയി പൂക്കൈത മറപറ്റി, നേരം പോയ നേരത്തും കൊല്ലണിയേ,
ഏനിവിടെ വന്ന് പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, ഏനിവിടെ വന്ന് പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, അരമുറി കരിക്കും തന്ന് അരത്തുണ്ട് കള്ളും തന്ന്, കൊല്ലാക്കൊല കൊല്ലണിയേ, കൊല്ലാക്കൊല കൊല്ലണിയേ. അന്നത്തെ കർഷക തൊഴിലാളി വർഗത്തിന്റെ എന്ന് പറഞ്ഞാൽ ജാതിയിൽ അടിയാളന്മാരായി നിന്ന ഒരു സമൂഹത്തിന്റെ ദുഃഖമാണ് ഈ പാട്ടുകളിലൂടെ ജനങ്ങൾക്ക് സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് വരവേൽക്കുകയായിരുന്നു. ഇതിനനുസരിച്ചുള്ള പാട്ടുകൾ വ്യത്യസ്തമായിട്ട് അച്ഛൻ ഇങ്ങനെ പാടിക്കയറി അങ്ങനെ പോയി. അതുകൊണ്ട് തന്നെ ഇവർ കാഥികത്രയങ്ങൾ എന്ന ആ പേരിൽ തന്നെയാണ് ഈ 3 പേരും അറിയപ്പെടുന്നത്. പക്ഷെ പിന്നാമ്പുറത്ത് കാഥികരുണ്ട് കേട്ടോ, ധാരാളം പേര് നല്ല ഉജ്ജ്വലന്മാരായ കാഥികന്മാരൊക്കെയാണ്. എന്നാൽ ഇവരുടെ കാലയളവിന്റെ അടുപ്പം കൊണ്ട് ഇവരാണ് അങ്ങനെ കാഥിക. ശരിക്കും ഇപ്പൊ സാർ പറഞ്ഞല്ലോ 40കളിൽ കെടാമംഗലം സദാനന്ദൻ, അത് കഴിഞ്ഞ് 49ൽ വി സാംബശിവൻ, അത് കഴിഞ്ഞ് 50കളിൽ താങ്കളുടെ അച്ഛൻ ഇടക്കൊച്ചി പ്രഭാകരൻ. ഈ 3 പേരുടെയും ശരിക്കും പറഞ്ഞാൽ ഈ 3 പേരുടെയും ആ ഒരു കഥകളും അതിനെ കാണാനും മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരിൽ ആരാണ് അങ്ങേ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? ഇതിൽ ശരിയായ കഥാപ്രസംഗത്തിന്റെ രംഗാവതരണത്തിലേക്ക് എനിക്ക് വരാനുള്ള പ്രേരണ എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം എൻ്റെ ബാല്യകാലം മുഴുവൻ സംഗീതത്തിന്റെ ലോകത്താണ് ഞാൻ വളർന്നത്. വിഖ്യാതനായ സംഗീത സംവിധായകൻ എം കെ അർജുന മാസ്റ്റർ സാന്നിധ്യം, അങ്ങനെയുള്ളൊരു ഒരു ചുറ്റുപാടിലാണ് എൻ്റെ വളർച്ച തന്നെ. അപ്പോഴേക്കും കഥാപ്രസംഗത്തിന്റെ ആദ്യത്തെ രംഗവേദിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും 79ലാണ് എൻ്റെ ഇറക്കം. 79ൽ അച്ഛന് വേണ്ടി തയ്യാറാക്കിയ ഒരു കഥ പകർത്തി അങ്ങനെയാണ് ഞാൻ കാഥികനായി തീരുന്നത്. പക്ഷേ ഈ കലയോടുള്ള ആഭിമുഖ്യം എന്തോ ബ്ലഡിൽ അലിഞ്ഞതുപോലെ, രക്തത്തിൽ അലിഞ്ഞതുപോലെ അത് അങ്ങനെ ഞാൻ കൊണ്ടുനടക്കായിരുന്നു. സൗഭാഗ്യം ലഭിച്ചത് 80കളിലാണ്. അച്ഛൻ്റെ തട്ടകത്തിൽ നിന്നും ഞാൻ മാറി മറ്റൊരു കഥാപ്രസംഗ ലോകം ഇവിടെ ഉണ്ട് എന്ന ചിന്തയിലേക്ക് വരുന്നത് പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്ന ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുകയാണ്. അതിൻ്റെ ആദ്യ പ്രസിഡന്റായിരുന്നു സാംബശിവ സാറ്, അതിൻ്റെ രക്ഷാധികാരിയായിരുന്നു കെടാമംഗലം. അപ്പോൾ ഇവരുടെ ക്ലാസ്സുകളിലെല്ലാം അറ്റൻഡ് ചെയ്യുക, ഒരു കഥ എങ്ങനെ ആവിഷ്കരിക്കണം, ഒരു കഥാപരമായി എന്താണ് നിങ്ങളുടെ അഭിനയ ചാതുരി, ഭാഷാപരമായി ഉച്ചരിക്കേണ്ട രീതി, സ്റ്റേജിലെ ക്രമീകരണങ്ങൾ, ഇതൊക്കെ അദ്ദേഹം ഇവർ 2 പേര് ചേർന്ന് പഠിക്കും. തീർച്ചയായിട്ടും ഒരു ഞങ്ങളുടെ അറിയാലോ, ഞങ്ങൾക്കുള്ള കളർഫുൾ ഒന്നും അല്ലാതെ ഒരു ചുറ്റുവട്ടത്തിൽ നിന്നുണ്ട്. തീർച്ചയായിട്ടും 2 മേശ അതിന്റെ നടുക്ക് 4 അടി അകലത്തിന് അതിന് സെന്ററിൽ നിന്നുകൊണ്ടൊരു ലോകം ഞങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോ ഈ 2 പേരും കഥാപ്രസംഗത്തിന്റെ ഉജ്ജ്വലമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം, കെടാമംഗലത്തിനെ സംബന്ധിച്ചിടത്തോളം പുരാണ കഥകൾക്ക് അല്പം പ്രാധാന്യം നൽകിയ കൂട്ടത്തിലാണ്. ചരിത്ര കഥകളും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മറ്റേ അദ്ദേഹം അതല്ല, അദ്ദേഹം മലയാണ്മയുടെ കവിത്രയങ്ങളുടെ കാവ്യങ്ങളെല്ലാം അങ്ങ് തീർന്നു, ഏറെക്കുറെ കാഥികന്മാരെല്ലാം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈദേശിക സാഹിത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തി അത്തരം കഥകൾ ഉജ്ജ്വലമായ രംഗത്ത് അവതരിപ്പിക്കുകയായിരുന്നു. നാടകം പോലും അദ്ദേഹത്തിന്റെ കഥാപ്രസംഗത്തോട് തോറ്റുപോകും. നാടകക്കാർ വരെ ഭയപ്പെട്ടിരുന്നു. കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ വി സാംബശിവന്റെ ഒഥല്ലോ നാടകം ആരംഭിക്കുകയായി. അതേ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണം. അപ്പൊ അത്തരം കഥകൾ അദ്ദേഹം ഓരോ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇതിന്റെ ആവിഷ്കരണം എങ്ങനെയായിരിക്കണം, എന്താ ചെയ്യേണ്ടത്, അങ്ങനെയുള്ളൊരു പാഠഭാഗം പറഞ്ഞു തന്ന 2 ഗുരുക്കന്മാരാണ് അവർ 2 പേരും. പിന്നെ അച്ഛൻ്റെ തട്ടകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ പാടാനും അതുപോലെയുള്ള ചില ശൈലി വിശേഷങ്ങളൊക്കെ ഇവർ അനുകരിക്കാതെ എനിക്ക് എൻ്റെതായ ഒരു സ്വതന്ത്രമായ യാത്രയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞത്, ശൈലി എനിക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞത് സർഗവൈഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും സാമൂഹ്യ പരിവർത്തനത്തിന് ഇപ്പം കലാകാരന്മാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇപ്പം നമുക്ക് ഒരു കഥ തിരഞ്ഞെടുക്കുമ്പോൾ സാമൂഹ്യ പശ്ചാത്തലം, അതുപോലെ നിലവിലുള്ള സമകാലീന സംഭവം, ഇതിൽ അങ്ങ് ഏതിനാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്? സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ ആണ് കണ്ടെത്തി കാഥികന്മാർ കഥ പറയേണ്ടതും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ വൈകല്യമാണ്. ഇപ്പോൾ ഈ വി സാംബശിവ സാറ് കെടാമംഗലവും ഒക്കെ അവതരിപ്പിച്ച് വിഖ്യാതമാക്കിയ കഥകൾ പറഞ്ഞു പോകാനാണ് ഇവർക്ക് നേരം. അതുകൊണ്ട് നമ്മുടെ സാംസ്കാരിക ലോകം രക്ഷപ്പെടില്ല. അടിയുറച്ച് ഞാൻ പറയും, നമ്മൾ പുതിയ കഥ എടുക്കണം. എന്തുകൊണ്ട് 40-41 വർഷത്തിനിടയിൽ എനിക്ക് 50 കഥ വന്നു? ഞാൻ 50 കഥയും 50 കഥയുടെ ആ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ്. പലരും ഒക്കെ അത്തരം കഥകൾ ആവർത്തിച്ചു പോകുമ്പോൾ ഞാൻ വിലക്കാറുമുണ്ട്. നിങ്ങൾ 1-2 ഒക്കെ അവതരിപ്പിക്കാം, അതല്ലാതെ ഇത് തന്നെ ശരണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. പുതിയ കഥ കണ്ടെത്തുക, പുതിയ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അങ്ങനെ സമകാലീനമായിട്ട് എന്റെ ഒരു കഥയുടെ പേര് സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ് എന്നാണ് കഥയുടെ പേര്. ഇന്നത്തെ വാട്സപ്പിന്റെ ഒരു സംഭവമാണ്. ആ കഥയ്ക്കുള്ള വാട്സപ്പ് ഉണ്ടാക്കുന്ന ഗുണവും ദോഷവും ഉണ്ട്. അതിന്റെ ദോഷവശങ്ങൾ വിവരിക്കത്തക്ക രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഹാസ്യം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു നല്ല കഥയാണ്. 2 മണിക്കൂർ സമയം ജനങ്ങൾ നിശ്ചലരായിട്ടിരിക്കാൻ കഴിയും. സ്വർഗത്തിൽ നിന്ന് ഒരു വാട്സപ്പ്, ഒരു പുതിയ കാലത്തിന്റെ അതെ തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. ഒരു പുതിയ കാല വൃത്താന്തം ആരംഭിക്കുകയായി സ്വർഗത്തിൽ നിന്നൊരു വാട്സപ്പ്.
വാട്സപ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ മുഖമാണ്. വിവരസാങ്കേതിക വിദ്യയുടെ പുതിയ രൂപമാണ് വാട്സപ്പ്. വാട്സപ്പ് ഇല്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത കാലമായി തീർന്നിരിക്കുന്നു. ലോകം വിരൽത്തുമ്പിലാണ്. ഒരു മെസ്സേജ് നമുക്ക് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് അയക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല, അവിടെ നിന്ന് സ്വീകരിക്കുന്നതിന് അതിനും ബുദ്ധിമുട്ടില്ല. അത്രയ്ക്ക് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഇത്തരം വികസനങ്ങൾ നമ്മുടെ രാജ്യത്ത് കരഗതമായിരിക്കുകയാണ്. അപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ അല്ല. ഈ വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതാരാണോ സ്വർഗത്തിൽ നിന്ന് സലിംകുമാറിന് വാട്സപ്പ് അയക്കുവാൻ? അങ്ങനെ ഒരാളുണ്ട്. നിങ്ങളെല്ലാം ആദരിച്ച് പറഞ്ഞയച്ച അഭിവന്ദനായ എൻ്റെ പിതാവ് ഇടക്കൊച്ചി പ്രഭാകരൻ. അദ്ദേഹം വിസ്മൃതനായിട്ട് 14 വർഷം. അച്ഛൻ്റെ അനുസ്മരണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ വർഷം ഞാൻ വല്ലാത്ത മാനസിക വ്യഥയോടുകൂടിയാണ് വന്നത്. ഓർമ്മകൾ അച്ഛൻ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ വന്ന് തളർന്നുറങ്ങി. ആ ഉറക്കത്തിൽ എൻ്റെ മനസ്സ് സ്വപ്നലോകത്തിലേക്ക് പോവുകയാണ്. ഞാൻ കാണുന്ന സ്വപ്നം സ്വർഗ്ഗലോകമാണ്. എൻ്റെ അച്ഛൻ സ്വർഗത്തിലുണ്ടാവും. ഇക്കാലം ഇത്രയും കഥ പറഞ്ഞ ഈ കാർത്തികൻ, ജനങ്ങളുടെ കഥ പറഞ്ഞ കാർത്തികൻ നരകത്തിൽ പോകാൻ ഏതായാലും സാധ്യതയില്ല, സ്വർഗത്തിൽ ചെല്ലുകയാണ്. ഞാൻ അച്ഛനെ സ്വർഗത്തിൽ അന്വേഷിക്കുമ്പോഴൊക്കെ അച്ഛനെ കാണാനില്ല. ഒരുപാട് കലാകാരന്മാർ വന്ന് സ്വർഗ്ഗഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ഏതൊരു ഹ്യൂമർ ടൈപ്പ് അങ്ങനെ പോയിട്ട് അച്ഛനെ നോക്കി നിൽക്കുമ്പോഴേക്കും എവിടെയോ സിംബലടി കേൾക്കാം. അപ്പൊ സിംബലടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് സിംബലടി. കടൽ കയറിയാലും ആളെ കൊന്നാലും ഇടിവെട്ടുണ്ടായാലും ഒക്കെ ഞങ്ങൾ സിംബലടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സിംബലടി അച്ഛൻ സ്വർഗത്തിൽ എത്തിയിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. സിംബലടി മാത്രമല്ല, ഒരു അവതരണകാരൻ കൂടി കേൾക്കാം. അച്ഛന്റെ അവതരണമല്ലേ ആ കേൾക്കുന്നത്? ഞാൻ സ്വർഗ്ഗഭൂമിയിൽ നിന്ന് അത് ശ്രദ്ധിച്ചു. തങ്കം എഴുതിയ രാവുകളിൽ, മന്ദാരപ്പൂങ്കാവുകളിൽ, സംഗീതത്തിൻ ചിറകുകളിൽ സവാരി ചെയ്തു വരുന്നു സപ്തസ്വരസുധ കന്യക. അച്ഛന്റെ അവതരണം ശ്രദ്ധിച്ചു നിൽക്കുമ്പോ പിതാവ് എന്നെ കണ്ടു. അല്ല സലിംകുമാർ, നീ എന്താ ഇവിടെ? അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അച്ഛൻ്റെ ഓർമ്മകളുമായി കഴിഞ്ഞ 14 വർഷം വീട്ടിലെല്ലാവരും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം. ഓ, നിന്റെ പുതിയ കഥയൊക്കെ എവിടം വരെയായി? അച്ഛൻ പുതിയ കഥ എടുത്തില്ല. അത് ശരി. നിനക്ക് വാട്സപ്പ് ഉണ്ടോ? അച്ഛൻ എനിക്ക് വാട്സപ്പ് ഉണ്ട്. അച്ഛനുണ്ടോ വാട്സപ്പ്? എനിക്കും കിട്ടിയടാ ഒരു വാട്സപ്പ്. എടുത്തൊരു മൊബൈൽ മുതലാളി ആക്സിഡന്റിൽ ചത്തൊടുങ്ങി പുള്ളിക്കാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദേവേന്ദ്രൻ ഇത്തിരി അടുപ്പമുള്ള ആളാണ്. അതുകൊണ്ട് ദേവേന്ദ്രൻ ആ ഫോൺ കിട്ടിയപ്പോഴേക്കും പുള്ളിക്കാരനുമായി എനിക്കുള്ള ബന്ധം കൊണ്ട് ആ വാട്സപ്പ് എനിക്ക് തന്നിട്ടുണ്ട്, മൊബൈൽ സ്മാർട്ട് ഫോൺ. അതിലൂടെ ഒരു കഥ നിനക്ക് അയച്ചിട്ടുണ്ട്. ഈ കാലത്ത് അവതരിപ്പിക്കാൻ പറ്റിയ ശ്രദ്ധേയമായ ഒരു പ്രമേയമായിരിക്കും ആ കഥ. നീ ഒന്ന് നോക്ക്. അതായിരിക്കട്ടെ നിന്റെ ഈ വർഷത്തെ കഥ. അച്ഛൻ അവതരിപ്പിച്ച കഥ സ്വർഗത്തിൽ നിന്ന് ഒരു വാട്സപ്പ്. സ്വർലോകത്തിൻ കഥയല്ല, സ്വപ്നങ്ങളുടെ കഥയല്ല, കലിയുഗത്തിൻ ഇരുളിലുറങ്ങും ജീവിത വിലാപം മാർന്ന കഥ. ശരിക്കും കഥ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഒരു ഭാവം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമാണല്ലോ. അപ്പം നമുക്ക് അവരെ നമ്മുടെ മനസ്സിലേക്ക് അവര് കയറിക്കൂടി എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം എപ്പോഴാണ്? അതിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവതരിപ്പിക്കും മുതൽ ഇവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ ശബ്ദ മോഡുലേഷൻ. ഈ ശബ്ദം അങ്ങോട്ടേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെയാണ്. അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആവാഹിച്ച് എടുത്തിട്ട് പറയുന്ന രംഗചിത്രമുണ്ട്, രംഗഭാവമുണ്ട്. അത് ഈ പൂർവികർ പഠിപ്പിച്ച പാഠമാണ്. ഒരു കഥാപാത്രങ്ങളെ നിരത്തിക്കൊണ്ട് ഡയലോഗ്സ് പറയിപ്പിച്ചിട്ട് ഉള്ള രംഗങ്ങൾ. അതിൽ സന്തോഷമുണ്ടെങ്കിൽ അത് അവർ സന്തോഷിക്കും, ദുഃഖമുണ്ടെങ്കിൽ ആ ഫീലിംഗ് അവരിലുണ്ടാവും, ത്രില്ലിംഗ് ആണെങ്കിൽ ആ വൈകാരിക പ്രകടനങ്ങൾ എല്ലാം ജനത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു സംവേദനമാണ് നമ്മുടെ അവതരിപ്പിക്കുന്ന കഥയുടെ ഭാവമനുസരിച്ചുള്ള ചിത്രീകരണം. ജനങ്ങൾക്ക് ഒരു നാടകം കാണുന്ന പോലെ, സിനിമ കാണുന്നത് പോലെ ദൃശ്യവൽക്കരിക്കാൻ ഒരു കഥാപ്രസംഗത്തിന് കഴിഞ്ഞാൽ അവൻ്റെ വിജയം തന്നെയാണ്. അതാണ് കഥാപ്രസംഗത്തിൻ്റെ അവൻ മനസ്സിൽ വരയ്ക്കുന്ന ചിത്രം. അത് ഒരു ക്യാൻവാസിനേക്കാൾ വളരെ വലുതായിരിക്കും. മനസ്സിലൊരു ചിത്രം തെളിയുക നമ്മൾ പറയുമ്പോഴേക്കും വാഗ്മയ ചിത്രം അവന്റെ മനസ്സിൽ തെളിയുമ്പോഴേക്കും അവൻ അതിന്റെ കൂടെ പോവുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അത് അങ്ങോട്ട് നോക്കുന്നു, ശരിക്കും ആളുകൾ അങ്ങോട്ട് നോക്കാറുണ്ട്. അങ്ങനെയുണ്ട്. അതായത് കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മളിപ്പോ ഒരു വീടിന്റെ പശ്ചാത്തലത്തിൽ ആ നായിക വന്ന് നിൽക്കുകയാണ്. അതിമനോഹാരിണിയായ അവള് കുളിച്ച് കുറുതൊട്ട് തുളസിക്കെതിരെ ചൂട് നിൽക്കുന്ന സുന്ദരിയായ ആ പെൺകടാവ് അവളെ തന്നെയാ പറഞ്ഞത്, ഒന്നിരിക്കാൻ പറയും. അപ്പൊ ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് നോക്കി അങ്ങനെ ഇരുത്തുന്ന രീതിയാണ്. അതൊരു ടെസ്റ്റ് ഡോസ് കൂടിയാണ്. നമ്മുടെ കയ്യിൽ ഈ ജനങ്ങളുണ്ട് എന്നൊരു അറിയിപ്പ് കൂടിയാണത്. അത് നമ്മൾ മനസ്സിലാകും നമുക്ക് അവതരിപ്പിക്കുമ്പോഴേക്കും. അങ്ങനെയുള്ള ത്രില്ലിംഗ് കഥയുടെ ഒരു ഇഫക്റ്റ്. ഏറ്റവും മെയിൻ സന്ദേശങ്ങൾ, മെസ്സേജുകൾ ചെറുതാണെങ്കിലും ഒക്കെ കൊടുത്തുകൊണ്ട് പോവുക. പിന്നെ കഥാപ്രസംഗം കേൾക്കാനുള്ളൊരു തലമുറ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ കാണാനേ ഇല്ല നമ്മുടെ ഈ ഗ്രൗണ്ടിൽ. അതിലേക്ക് വരികയാണ്. ശരിക്കും സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ ധാരാളം സമ്മാനം ലഭിച്ച കുട്ടികളുണ്ട്, പ്രതിഭകളുണ്ട്. ഇവരെ ഒന്നും പിന്നീട് ഒരു കഥാപ്രസംഗ ഒരു രംഗത്തേക്ക് സജീവമായി കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് ശരിക്കും? എനിക്ക്
എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വർഷവും MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ തലത്തിലൊക്കെ നല്ല പ്രതിഭകളാണ്. ഒരു അഭിരാമി ബിജു ഗംഭീരമായി കഥ പറയുന്ന നല്ല പാട്ടുകാരി, നല്ല അഭിനയിച്ചാതിരി, ഒരു മാളവിക സുധീർ, ഒരു സ്റ്റെഫീസ് കറി, ഇതൊക്കെ എൻ്റെ സ്കോർ ചെയ്ത കുട്ടികളാണ്. പിന്നെ KK വാദ്യാർ എന്ന കാഥിക കുലപതിയുടെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ട്, ശിവശങ്കരി വാദ്യാർ, ഒരു നേഹ, ഒരു ദേവിക രാജേഷ്, ഇവരൊക്കെ കാഥികര. പക്ഷേ ഇവരുടെ അടുത്ത വരവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. അതായത് ഇവർക്ക് 30 മാർക്ക് കിട്ടും. 30 മാർക്ക് ഇവരുടെ ഗ്രേസ് മാർക്ക്, ഭാവി പഠനത്തിന് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, അതിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്തുക. അത് കഴിഞ്ഞാൽ ആ പഠനത്തിന്റെ ഭാഗമായിട്ട് മാതാപിതാക്കൾ വഴിതെളിക്കും. ഈ കല ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കലാരൂപമാണ്. ഇതിൻ്റെതായിട്ടുള്ളൊരു സത്ത മനസ്സിലാക്കുന്ന മാതാപിതാക്കളുള്ളടത്ത് ഇത് നിലനിൽക്കും, പൊതുസമൂഹം അവർ സ്വീകരിക്കുകയും ചെയ്യും. ആ ഒരു അപകടം ഈ ഗ്രേസ് മാർക്കിന്റെ പിന്നാലെ പോകാതെ അവർ നിലനിൽക്കണമെന്ന അഭ്യർത്ഥന ഞാൻ ഈ വരുമ്പോൾ, കുട്ടികൾ പഠിക്കാൻ വരുമ്പോൾ ഞാനത് പറഞ്ഞ് കൊടുക്കാറുണ്ട്. 100-100ലധികം കുട്ടികൾ അത്തരത്തിലുണ്ട്. എല്ലാം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന കാഥികരേക്കാൾ അതിശ്രേഷ്ഠമായി കഥ പറയുന്ന കുട്ടികൾ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അഭിനയം, ശബ്ദത്തിൽ ശ്രദ്ധിക്കുക, രംഗഭാവം, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കഥാപ്രസംഗം വിജയിക്കുന്നത്. മറ്റെന്തെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിജയിക്കാനുള്ള ഒരു ഘടകം? അതായത് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അഭിനയം, പാട്ടൊക്കെ നമ്മളെ ഭാഷയുണ്ടല്ലോ. പല കാഥികരും കഥ എന്ന് പറയാറില്ല, ഭാരതം പറയാറില്ല, ഭാര്യ പറയാറില്ല. അവർക്കൊക്കെ അങ്ങനെയുള്ള ഉച്ചാരണ ശുദ്ധിയില്ലായ്മ. അത് സംഗീതപരമായിട്ട് ഇപ്പോൾ നമുക്ക് ശാസ്ത്രീയ സംഗീതത്തിന്റെ പരകോടിയിലെത്തി ഒരു കാഥികൻ പോകണമെന്ന് ഒരു അഭിപ്രായം എനിക്കില്ല. അത്ര ആവശ്യമില്ല. സംഗീതത്തിൻ്റെതായ താളബദ്ധമായിട്ട് കൃത്യതയോടുകൂടി ആ എന്താണോ രാഗം അതിൻ്റെ ചായവനുസരിച്ച് അത് ചൊല്ലിക്കൊടുക്കാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, അത് ബോധ്യപ്പെടുത്താനുള്ള ആ പ്രാവീണ്യത്തിൽ അവൻ എത്തിയിരിക്കണം. ഇതിപ്പോൾ സംഭവിക്കുന്നത് അപകടകരമാണ്. ഇപ്പോൾ കാഥികന് പാടാൻ അറിഞ്ഞുകൂടാ, ഭാഷയില്ല. അപ്പോൾ പാട്ടറിഞ്ഞുകൂടാത്തവൻ നേരെ ഒരു പിന്നണിക്കാരനെ കൊണ്ടുവന്നിട്ട് അവൻ മൈക്കിൽ, എന്നിട്ട് എനിക്ക് വല്ലാതെ ഈർഷ്യ തോന്നിയത് ലിപ്പനക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഥികൻ. അയാൾ പാടുന്നില്ല, പാടുന്നത് മറ്റേയാളാണ്. അത് കഥാപ്രസംഗമാകുന്നത് എങ്ങനെയാ? ഇത് ജീവിക്കണ്ടേ? ഇതുകൊണ്ട് ഉപജീവനം നടത്തി ഇക്കാലം അത്രയും ജീവിച്ചു പോന്ന എന്നെ പോലെയുള്ള ഒരുപാട് കാഥികര്, എൻ്റെ പ്രായക്കാർക്ക് തന്നെയുണ്ട്. എത്രയോ ശ്രദ്ധേയരായ കാഥികര്. നമ്മുടെ തെക്കൻ മേഖലയിലുള്ള അയലമുനീഷൻ ശ്രദ്ധേയനായ കാഥികനല്ലേ. ഇതൊക്കെ കൊണ്ട് മാത്രം എത്ര ഹൃദയത്തോടുകൂടി കഥ പറയുന്ന കാഥികരാണ്. വസന്തകുമാർ സാംബശിവൻ, ചിറക്കര സലിം കുമാർ, സീന പള്ളിക്കര, പുളിമാത്ത് ശ്രീകുമാർ, ഒരുപാട് കാഥികന്മാര്, സൂരജ് സത്യൻ, മുതുകുള സോമനാഥ്, ഇതൊക്കെ ഇതിനെ ഗൗരവത്തോടു കൂടി കാണുന്നവരാണ്. മറ്റ് പേരുകാരൊക്കെ ഒരുപാട് പേരുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും ശ്രദ്ധയോടുകൂടി ഈ കലാരൂപത്തെ വീക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ രംഗഭാവവും സംഗീതവും ഭാഷയും അഭിനയവും ഹാസ്യവും എല്ലാവരും വികാരവത്തായി ഇന്ന് കഥ പറഞ്ഞു പോവാണ്. ഒരല്പം പോലും നുറുങ്ങിൻ്റെ ചിരിയുടെ ഒരു അംശം ചേർക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചിരിയുടെ ഒരു അംശം. ഇപ്പോൾ വാട്സപ്പിലൊരു പ്രണയത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പ്രണയത്തെക്കുറിച്ചെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്, നമ്മുടെ പ്രായകാലത്ത് നമുക്ക് ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ചാൽ ഒരു കത്തെഴുതി കൊളക്കടവിലോ സ്കൂളിന്റെ പുറകിലോ പാടവരമ്പിലോ ഒക്കെ നിന്ന് നമ്മൾ സീതമ്മയെ നോക്കിയിരിക്കും. ഇന്നിപ്പോൾ സീതമ്മയെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നേരെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ചാറ്റിംഗ്, പുതുമുറയുടെ ചാറ്റിംഗ്. നാളെ നീ ഫ്രീ ആണോടി പെണ്ണെ? അപ്പൊ പെണ്ണ് തിരിച്ച് ഞാൻ എപ്പോഴും ഫ്രീ ആണ് എൻ്റെ കണ്ണെ. കണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവർക്ക് രസിക്കത്തക്ക രീതിയിലുള്ള ചില നുറുങ്ങുകളൊക്കെ പോയാൽ അവർ ചിരിച്ച് ആസ്വദിച്ച് ഭംഗിയായിട്ട് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് പോയാൽ ഈ കലാരൂപം വിജയിക്കും എന്ന് തന്നെയാണ്. നമസ്കാരം. 2.5 കോടിയോളം മലയാളികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നത്. നാളത്തെ ഇന്ത്യയെക്കുറിച്ച് പുതുപ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി എത്തുന്ന ഇവർ 17ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ ഓരോരുത്തരുടെയും വോട്ട് വിനിയോഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പം നമുക്ക് കഥകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ കഥ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന കഥ, അങ്ങനെ ഏത് കഥയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? അല്ല, ഈ ലോകത്തിന്റെ ഏത് ഭാഷയിലുള്ള കഥ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇരുന്ന് പറയുന്ന നമ്മുടെ ഭാഷ മലയാളമാണ്. ആ ലാംഗ്വേജില്ല അവർക്ക് അവരുടെ കഥയായിട്ട് അത് തോന്നും.
ഇപ്പോൾ വൈദേശിക സാഹിത്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബർത്തോൾട്ട് ബ്രഹത്തിന്റെ കഥ ദ കൊക്കേഷൻ ചോക്ക് സർക്കിൾ ഞാൻ കഥാപ്രസംഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് അത് സ്വീകാര്യത കിട്ടിയത് ബീരേന്ദ്രകുമാർ ഭട്ടാചാര്യയുടെ ഒരു ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കബലി നദിക്കരയിൽ എന്നൊരു കഥയുണ്ട്. അത് ഗംഭീരമായിരുന്നു, ദേശസ്നേഹത്തിന്റെ കഥയായിരുന്നു. അപ്പൊ ഈ അത്തരം കഥകളെല്ലാം പറയുമ്പോഴേക്കും അവന്റെ സംഭവമാണ്, എന്റെ കഥയാണ്, എന്റെ ജീവിതമാണ്, അയ്യോ എന്നെ പറ്റിയാണല്ലോ പറയുന്നത് എന്ന വികാരത്തിൽ തന്നെയാണ് സദസ്സിന്റെ. അത് നമ്മുടേതായ പറച്ചിലിന്റെ ഒരു ശൈലിയിൽ അങ്ങനെ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, കണ്ണീർ വാർക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അട്ടഹസിച്ച് ചിരിക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കേട്ടോ പറയണ കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് അവര് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് പുതിയ തലമുറ നമ്മളിൽ നിന്ന് വിട്ടു പോയിരിക്കുകയാണ്. അവർ വേറൊരു ലോകത്തേക്കാണ്. അവർക്ക് അവരെ കൂടി ആകർഷിക്കത്തക്ക രീതിയിൽ എന്താ പരിവേഷം കൊണ്ടുവരിക എന്നുള്ള ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇത് പൂർവികരെ തുറന്നു വെച്ച കഥാപ്രസംഗ ആ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്നും കഥാപ്രസംഗം പോവുകയാണ്. എന്നാലും ഒരു മാറ്റം ആവശ്യമാണെന്നുള്ള ചിന്തയിൽ ഞാനൊന്ന് മാറി ചിന്തിച്ചു. ഞാനത് ചെയ്യുകയും ചെയ്തു. ഞാൻ നമ്മുടെ അഭിമുഖം ആരംഭിച്ചപ്പോഴേക്കും പറഞ്ഞു, സിമ്പലിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കാഥികര് എന്ത് സംഭവം ഉണ്ടായാലും ഈ സിമ്പലിൽ കിടന്ന് മരിക്കുകയാണ്. എന്ത് വിഷയം ഉണ്ടായാലും ഒരു സീക്വൻസ് മാറി ചിന്തിക്കാനായിട്ട് അവർക്ക് ഓർക്കസ്ട്രയിൽ ഇതല്ലാതെ വേറെ പരിഹാരമില്ല. ഞാനൊന്ന് ആലോചിച്ചപ്പോഴേക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നു. അതിൻ്റെ ഒരു റെക്കോർഡിംഗ് ഇഫക്റ്റ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? സ്റ്റേഷൻ അനൗൺസ്മെന്റ് അല്ലെ വിമാനത്താവളം, യുവർ അറ്റൻഷൻ പ്ലീസ്, The Jet Airlines from Bombay landing this airport shortly. ഒരു ഫീമെയിൽ അനൗൺസ്മെന്റ്, തൊട്ടടുത്ത് തന്നെ ഫ്ലൈറ്റിങ്ങിലെ ലാൻഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അത്തരം ആയില്ലേ. ഒരു ഇടിവെട്ട് മഴയ്ക്ക് ഇടിവെട്ടും മഴയും തന്നെ നേരെ റെയിൻ ശബ്ദവും തണ്ടറിന്റെ ശബ്ദവും ഒക്കെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു രൂപം കടൽ കയറി വരുന്നു. ഇത് അവിടെ എല്ലാം നമ്മൾ ഈ സിമ്പിൾ അടിക്കാൻ നിന്നാലോ? 96 ഞാൻ ആരംഭിച്ച ആ പരിഷ്കരണം അതിൻ്റെ ഒരു വിജയകരമായ സാധ്യതയാണ് ഇപ്പോഴും നിരന്തരം വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം അത് പിന്തുടരാൻ പലരുമൊക്കെ അവർക്കെന്തോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. എന്നാൽ എനിക്കത് ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓർക്കസ്ട്രയുടെ സാന്നിധ്യത്തിൽ 30-35 വർഷക്കാലമായി നിലനിൽക്കുന്ന ടീം അംഗങ്ങൾ പള്ളുരുത്തി പ്രകാശനും അരൂർ ശിവനും സെബാസ്റ്റ്യൻ റിബല്ലോയും അതുപോലെ തന്നെ കാർത്തികേയൻ പനങ്ങാടും കുസുമനും ഒക്കെ ഭംഗിയായിട്ട് എൻ്റെ ഓർക്കസ്ട്ര കൃത്യതയോടുകൂടി തന്നെ ചെയ്തു പോവുകയാണ്. ശരിക്കും നമ്മൾ ഈ 40കളിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നവരുടെ ഫ്ലെക്സ് ബോർഡുകൾ കാണാമായിരുന്നു. അതുപോലെ തന്നെ ഉത്സവത്തിന് ഒരു കഥാപ്രസംഗം പോലും ഇല്ലാത്ത ഒരു ഉത്സവം ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സുവർണ കാലഘട്ടം തിരിച്ചു വരുമെന്ന് കരുതുന്നുണ്ടോ? അത്തരം തിരിച്ചുവരവ് ഒരു സജീവതയോടുകൂടിയുള്ള കഥാപ്രസംഗത്തിന്റെ ഉത്സവ പറമ്പിലേക്കുള്ള വരവ് നമുക്ക് ആശാവഹമാണ്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നൊരു കലാരൂപം ഏതാണ്? ചുരുങ്ങിയ ചെലവിൽ അവർ വന്നിച്ച് അവരങ്ങൾ പറഞ്ഞു പോകും. അവർക്കുള്ള കുറവെന്താന്ന് വെച്ചാൽ, കുറവല്ല, അവരുടെ കൂടുതലാണ്. അവർ ഇന്നത്തെ മാതിരി സെൻസർ ചെയ്ത 2 മണിക്കൂറല്ല, അവർക്ക് 5 മണിക്കൂർ പറയാനുള്ള വലിയ ബൗദ്ധികതയായിട്ടാണ് ഈ കാഥികന്മാരെല്ലാം വന്നത്. അത്രയ്ക്കും പാണ്ഡിത്യം ഉണ്ടായിരുന്നു അവർക്കൊക്കെ, അവർ പറഞ്ഞ കാഥികന്മാർക്കൊക്കെ. അവരെല്ലാം അത്തരം കാര്യങ്ങളങ്ങ് വിളമ്പുമ്പോഴേക്കും വായന അറിയാത്ത ലോകത്തിന് മുമ്പിലേക്കാണ് ഇത് സമർപ്പിച്ചത്. ഞാൻ വായിക്കാത്ത കാര്യങ്ങളാണ് ഇതിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ കലയെ നെഞ്ചേറ്റി ഓമനിക്കേണ്ട ബാധ്യത അവനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അവിടെ ചെന്ന് സോക്രട്ടീസ് പറഞ്ഞാലോ, ഞാൻ ചെന്ന് ഹിറ്റ്ലർ പറഞ്ഞാലോ, അവൻ നല്ല പഠനവും കഴിഞ്ഞ്, അല്ലെങ്കിൽ അവൻ ഗൂഗിൾ പരിശോധിച്ചിട്ട് ഹിറ്റ്ലർ ആരാണ് സോക്രട്ടീസ് ആരാണെന്ന് പഠിച്ചിരിക്കുകയാണ്. അവൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ തലമുറയെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. അവർ വന്ന് കേട്ടവരൊക്കെ ഉണ്ട്. ഇപ്പോൾ കോളേജ് തലങ്ങളിലൊക്കെ എൻ്റെ കഥാപ്രസംഗം വെച്ചിട്ടുണ്ട്. കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി കേട്ടിട്ടൊക്കെയുണ്ട്. അതൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നാലും ഉത്സവ വേദിയിലേക്കുള്ള ഒരു തിരിച്ചുവരവ് 5 ദിവസത്തെ ഉത്സവം ഉണ്ടെങ്കിൽ ഒരു കഥാപ്രസംഗമായിട്ട് മാറും. മുമ്പ് 5 ദിവസത്തെ ഉത്സവത്തിന് 5 കഥാപ്രസംഗമായിരുന്നു. ഇപ്പൊ അത് ഒന്നായിട്ട് ചുരുങ്ങി. അത് ശരിക്കും ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, നമുക്കിപ്പം പുതിയ സാങ്കേതികമായിട്ടുള്ള പശ്ചാത്തല സംഗീതമൊക്കെ ലൈവായിട്ട് തന്നെ കേൾപ്പിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹൃദ്യമായി, കുറച്ചുകൂടെ വളരെ നല്ല രീതിയിലേക്ക് ഒരു പുതുമ നിലനിർത്താനായിട്ട് സാധിക്കും. ആസ്വാദ്യകരമായി തീരുന്നത് ജനങ്ങൾക്ക് സുഖകരമായി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അവതരിപ്പിച്ച ഈ 50 കഥകളും. ഇപ്പോൾ പുതിയത് അവതരിപ്പിക്കുന്ന കഥ കടൽപ്പൂര്, അത് അലിയാർ മാക്കീൽ എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ കഥകളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ PSS കൈമൾ മാസ്റ്ററായിരുന്നു. കവിത രചിച്ചത് പൂച്ചാക്കൽ ഷാഹുലും ചന്ദ്രൂർ ദിവാര മാസ്റ്ററൊക്കെ ആയിരുന്നു. 20 വർഷക്കാലം അവരുടെ കയ്യിലായിരുന്നു കഥകളെല്ലാം ആവിഷ്കരിക്കാൻ. പിന്നീട് സാമ്പസാറും കടാമംഗലും എല്ലാം ഉപദേശിക്കുകയാണ്. ഈ വല്ലവരും എഴുതി കൊടുത്തത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ആ ഒരു അന്വേഷണം അവരുടെ വലിയ ഉപദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഒരു 10-15 കഥകൾ സ്വന്തമായിട്ട് എഴുതുകയും മറ്റു വിദേശ കഥകളോ നമ്മുടെ ഇന്ത്യൻ കഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വന്തമായി ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് കവിതയൊക്കെ എഴുതിക്കൊണ്ടുള്ള ഒരു പറച്ചിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമ്മുടെ ഈ യാത്ര.
അപ്പോൾ അത്തരത്തിൽ എന്നെ സഹായിച്ചവരൊക്കെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അംഗങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ എഴുതി കടൽപ്പോര് എന്ന് പറഞ്ഞാൽ ഏകലവ്യൻ എന്ന് പറഞ്ഞ സാഹിത്യകാരൻ്റെ ഒരു ചെറിയ ത്രെഡാണ് അത് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ അലിയാർ സാറിനോട് പറഞ്ഞിട്ട് അദ്ദേഹമാണത് ഭംഗിയായിട്ട് ആവിഷ്കരിക്കുന്ന പേപ്പർ ലാസ്റ്റ് അത് അവതരിപ്പിച്ചു തുടങ്ങും. എൻ്റെ 50ാമത്തെ കഥയാണ് കടൽപ്പോര്. മറ്റു കഥകൾ വ്യാസപ്പെരുമ, ഇതിഹാസ ഭൂമിയിൽ 2 പുരാണ കഥ പറയുന്നുണ്ട്. സ്ത്രീ പീഡനത്തിനെതിരെയുള്ളൊരു കഥയായിരുന്നു ഡേഞ്ചർ സോൺ, സ്വന്തം കഥയായിരുന്നു. ഒരു പ്രൊഫസർ മഹാദേവന്റെ ജീവിതമായിരുന്നു. പിന്നെ ഒട്ടേറെ കഥകൾ, ആയിഷ വയലാറിന്റെ അല്ല, നിലമ്പൂർ ഐഷയുടെ കഥ പറഞ്ഞു. കണക്ക് ചെമ്പകരാമൻ, വേലിത്തമ്പി ദളവയുടെ കഥ പറഞ്ഞു. കവിതലകൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ കഥ പറഞ്ഞു, കവിതലകൻ എന്ന പേരിൽ. ഇതൊക്കെ അന്നത്തെ ആ സാംസ്കാരിക രംഗത്ത് എന്തൊക്കെ വീഴ്ചയാണോ ഉണ്ടായിട്ടുള്ളത് അതിനെല്ലാം ദൂരീകരിക്കാൻ തക്ക വിധത്തിൽ കഥകൾ പാകപ്പെടുത്തി ആ വർഷം ചെല്ലുമ്പോഴേക്കും ഇന്നയാൾ ഇന്ന കഥ ഇറക്കിയിരിക്കുന്നത് നമുക്കൊന്ന് വിളിക്കാം, അങ്ങനെയുള്ളൊരു ബുക്കിംഗ് ആണ്. അത് ആ ഒരു സ്വീകരണമാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കഥാപ്രസംഗമല്ലാതെ മറ്റേതെങ്കിലും മേഖലയിൽ താല്പര്യം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇടയ്ക്കൊരു ചെറിയ സിനിമാ ഭ്രമം വന്ന് പെട്ടായിരുന്നു. അങ്ങനെ പോയിട്ട് ചെറിയ പടത്തിലൊക്കെ, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന പടത്തില് ആ പടത്തിലെ കഥാപ്രസംഗമാണല്ലോ. അപ്പൊ അതിൽ കഥാപ്രസംഗമാണ്. അതിൽ ശരിയായ കഥയും കീബോർഡ് വായിക്കുകയാണ്. ജയറാം അതിൽ കഥ പറയുകയാണ്. അങ്ങനെയാണ് അതിൽ ഞാനാണത്. അങ്ങനത്തെ ചെറിയ അന്നത്തെ ഒരു മോഹം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് തന്നെയായി. പിന്നെ നമ്മുടെ കേരളത്തിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ടുള്ള നിരന്തരം വേദികൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറിയ ഭാഗവും ഏരിയയിലേക്ക് മലയാളി കൂട്ടായ്മയിൽ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തേക്കാൾ എത്രയോ ആകർഷണീയമായിട്ട് അവർ കഥാപ്രസംഗത്തെ വരവേൽക്കുന്നു. അവർക്ക് കേൾക്കാൻ സാധ്യതയില്ലല്ലോ. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് 10 കാഥീര്, അടുത്ത കൊല്ലത്ത് 25 പേര്, അങ്ങനെ കിടക്കുന്നുണ്ട്. മറ്റവിടെ അതല്ല, ഇവിടുന്ന് വിളിച്ച് ക്ഷണിച്ചു കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ജനമാണ് അവിടെ. ഇപ്പോൾ ഡൽഹിയിലൊരു ക്ഷേത്രത്തിലേക്ക് ഞാൻ 3ാം പ്രാവശ്യമാണ് പോകുന്നത്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയും. വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ, അബുദാബി ആയാലും മസ്കറ്റായാലും ഖത്തറായാലും ബഹ്റിനിലൊക്കെ ആവർത്തിച്ച് എനിക്ക് കഥ പറയാൻ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേദികളിൽ അവതരിപ്പിച്ച കഥ ഏതാണ്? അത് ഹിരോഷിമയിലെ ചുവന്ന രാത്രി എന്നൊരു കഥയുണ്ട്. വെസ്റ്റേൺ കഥയാണ്. റീനോസ്കി അഗതാഗവയുടെ ഒരു കഥയാണത്. അത് 2ാം ലോക മഹായുദ്ധത്തിനെതിരെയുള്ള അതിലെ ഒരു അനാഥമാക്കപ്പെട്ട ഒരു കുട്ടി, ലോറൻസോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന്റെ കഥയാണ്. ആ കുഞ്ഞിനെ ഒരു വൈദികനെടുത്ത് വളർത്തുന്നു. അവിടെ നിന്ന് ഭയങ്കര ക്ലൈമാക്സാണ് ആ കഥ ഏറെ ഓടിയതാണ്. പിന്നെ എനിക്ക് അങ്ങനെ പരാജയം സംഭവിച്ചതായിട്ട് ഒരു കഥയ്ക്കും തോന്നിയിട്ടില്ല. തീരം തേടിയ മുത്തെന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ ഇടക്കൊച്ചി പ്രഭാകരൻ എഴുതിയൊരു കഥയുണ്ട്. ഗംഭീരമായി ഈ ലഹരി മരുന്നിനെതിരെയുള്ളൊരു നല്ലൊരു സന്ദേശം പകരുന്ന കഥയായിരുന്നു. രാപ്പാടികൾ ചെറുകാടിൻ്റെ, 5 വർഷങ്ങൾ CV ശ്രീരാമന്റെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച കഥകളായിരുന്നു അതൊക്കെ. ഈ ഡേഞ്ചർ സോണൊക്കെ തന്നെ നല്ല രീതിയിൽ സ്ത്രീ പീഡനത്തിന്. ഡേഞ്ചർ സോണിലെ പ്രമേയം എന്താ? ആ ഡേഞ്ചർ സോൺ ഒരു പ്രൊഫസർ മഹാദേവൻ, അദ്ദേഹം സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ളവരാണ്. ഇദ്ദേഹത്തെ 2 ദിവസം ഇയാള് അക്കാദമിയുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് പോയിട്ട് പുള്ളിയെ കാണാനില്ല. പുള്ളി വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നേരെ എതിരാണ്. അദ്ദേഹം 2 കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ദേവികുളം ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക. അവർക്ക് അവരുടെ വലിയ കമ്പനിയിൽ ഇൻകം ടാക്സ് സർജനായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന രാത്രിയിൽ ഇവരെ മുറിയിൽ പാർപ്പിച്ചിട്ട് അയാൾ എഴുതാൻ ഉപയോഗിക്കുന്ന മുറിയാ. ആ ഒരു കണക്ഷനിൽ പക്ഷേ ആ രാത്രിയിൽ ഒരു പെണ്ണ് മുറിക്കകത്തേക്ക് കയറി വരികയാണ്. അവൾ അബദ്ധസഞ്ചാരിയായിരുന്നു. അവള് പ്രായപൂർത്തിയാകാത്ത പെണ്ണുമാണ്. അങ്ങനത്തെ കേസിലേക്ക് ഈ 2 പേരെ പിടിക്കപ്പെടുന്ന കൂട്ടത്തിൽ റൂം ബുക്ക് ചെയ്തവരുടെ ലിസ്റ്റ് എഴുതിയൊക്കെ പരിശോധിക്കുമ്പോൾ പ്രൊഫസർ മഹാദേവൻ കിടക്കുകയാണ്. പ്രൊഫസർ മഹാദേവൻ വീട്ടിൽ പറഞ്ഞത് ശുദ്ധ നുണയുമാണ്. അതിനെ അവർ കയറി പിടിച്ചുകൊണ്ടുള്ള ഭയങ്കര സ്തോമജന്യമായ സംഭവമാണ് ആ കഥ. ഭയങ്കരമായിട്ട് സംഭവിക്കാൻ അത്തരം സംഭവങ്ങളൊക്കെ നീറിയിരിക്കുകയായിരുന്നു. ആ മോള് മരിക്കുന്ന ഒരു രംഗമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ആ മൃതദേഹം കാണാൻ വേണ്ടി ഇദ്ദേഹം വന്ന് നിൽക്കുന്ന രംഗത്ത് ആ ഓർക്കസ്ട്ര എഫക്ട്സിൽ നമ്മളൊരു അവതരണമൊക്കെ ഞാൻ തന്നെ വല്ലാതെ ആയി പോവും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. ശരിക്കും അച്ഛൻ ധാരാളം നാടൻ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അച്ഛന്റെ ഒരു നാടൻ പാട്ട് കേട്ടാലോ? അതെ അതെ അതെ. തെയ്യോ തകതിമി തെയ്യോ തകതിമി തെയ്യോ തകതിമി തെയ്തോം ആദിച്ചൻ കാതീരു കണ്ടേ തെയ്യന്താര ചന്ദീരൻ കാതീരെടുത്തേ തെയ്യന്താര ഒരു പിടി ഞാരെടുത്തേ തെയ്യന്താര ആ ഞാറു നട്ടേ തെയ്യന്താര തെയ്യോ തകതിമി തെയ്യോ തകതിമി തെയ്യോ തകതിമി തെയ്തോം ആദിച്ചൻ കാതീരു കണ്ടേ തെയ്യന്താര ആ ഞാറു നട്ടേ തെയ്യന്താര ഒരു പിടി ഞാരെടുത്തേ തെയ്യന്താര ആ ഞാറു നട്ടേ ഹേ തെയ്യന്താര. ഇതാണ് അദ്ദേഹത്തിന്റെ
പാട്ടുകൾ. പിന്നെയും വേറെ നാടൻ പാട്ടുകളൊക്കെ പാട്ട് വേറെയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അത് ഈ പാട്ടിങ്ങനെ ക്ലബ് ചെയ്ത് പോകുമായിരുന്നു. ആരാണ ചെളിപ്പാടത്തായിരക്കണക്കിന് ജീവിതം തുലയ്ക്കുമാ കറുത്ത വർഗം, മൂഴയ്ക്ക് നെല്ലും വാങ്ങി മാടത്തിൽ കഴിയുന്ന പാവങ്ങൾ പരതന്ത്ര ചെളിപ്പുഴുക്കൾ, മൂഴക്ക് നെല്ലും വാങ്ങി മാടത്തിൽ കഴിയുന്ന പാവങ്ങൾ പരതന്ത്ര ചെളിപ്പുഴുക്കൾ. ഇരിക്കുന്ന കർഷക തൊഴിലാളികൾ ലോകമാണല്ലോ, തൊഴിലാളി വർഗവും ആ ഒരു തെരയിളക്കമാണല്ലോ 1957 ഇവിടെ സംഭവിച്ചത്. അത് നാടകവും കഥാപ്രസംഗത്തിനും വലിയ പങ്കുണ്ട്. അത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. എന്തായാലും നമ്മുടെ സുദിനത്തിന്റെ സമയം പൂർണ്ണമാവുകയാണ്. എന്തായാലും കലാജീവിതത്തിന്റെ ഇത്രയും നീണ്ട വർഷത്തെ ഏടുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എന്റെ കുടുംബാംഗങ്ങളൊന്ന് പരിചയപ്പെടുത്തി. എന്റെ ഭാര്യ ബീന, എന്റെ 2 മക്കളുണ്ട്. എന്റെ വീട്ടില് കഥാപ്രസംഗകർ 3 എടക്കൊച്ചി പ്രഭാകരൻ, എടക്കൊച്ചി സലിംകുമാർ. എന്റെ മോള് കാഥികയാണ്, അവള് സനീഷ സലിംകുമാർ എന്നാണ് പേര്. ഇളയ മോള് പ്രണവ സലിംകുമാർ. മൂത്ത മോളിപ്പോ അക്കിനാസ് കോളേജിലെ കോമേഴ്സ് വിഭാഗ ലെക്ചറർ, ഇളയാള് ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇതാണ് കുടുംബം. 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു, ഓരോ ആൺകുട്ടികളുണ്ട്. അദ്രീതും ധ്യാൻ ശങ്കറും. ഇതാണ് കുടുംബം. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഈ സുദിനം ഇവിടെ വന്ന് ഇത്രയും തിരക്കിന്റെ ഇടയിലും ഞങ്ങളോട് സംവദിക്കാൻ സാധിച്ചതിൽ. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. വളരെ നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. സുദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ddsudanam@gmail.com. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.